ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരാണ് ഗാസ സിറ്റിയിലെ അൽ-ഷിഫ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകരായ അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഖ്രീക്ക്, ക്യാമറമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോമെൻ അലിവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രിക്ക് സമീപത്തായി മാധ്യമപ്രവർത്തകർക്ക് എത്തിയ താൽക്കാലിക ടെന്റിൽ ആക്രമണമുണ്ടാവുകയും 5 പേരും തൽക്ഷണം കൊല്ലപ്പെടുകയുമായിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ കരുതിക്കൂട്ടി ആക്രമണം ഉണ്ടാവുകയായിരുന്നുവെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമം നടന്നതെന്നും അൽ ജസീറയുടെ പ്രസ്താവനയിൽ ആരോപിച്ചു. അനസ് അൽ ഷെരീഫിനെതിരെ ആക്രമണം നടന്നുവെന്നും അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും ഇസ്രയേൽ ആർമി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമപ്രവർത്തകരെന്ന് IDF ഒരിടത്തും സൂചിപ്പിച്ചിട്ടില്ല. ഹമാസിന്റെ ടെററിസ്റ്റ് സെല്ലിന്റെ ഒരു തലവനെ വധിച്ചുവെന്ന് മാത്രമാണ് ഇസ്രയേൽ ആർമി പറയുന്നത്. അൽ-ഷിഫ ആശുപത്രിക്ക് സമീപം നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. തങ്ങളുടെ അംഗീകൃത സ്റ്റാഫുകൾ തന്നെയാണ് ഗാസ മുനമ്പിൽ ജോലി ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ടതെന്ന് അൽ ജസീറ മാനേജിംഗ് എഡിറ്റർ മുഹമ്മദ് മുവാദ് അറിയിച്ചു. ഗാസ മുനമ്പിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകത്തെ കേൾപ്പിച്ച ഒരേയൊരു ശബ്ദത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്നും അവരുടെ ടെന്റിനെ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.